ഹലോ, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടു, നല്ലൊരു ഉറക്കം കിട്ടി. ഇനി നേരെ എല്ലോറ കേവ്സ് കാണാനാണ് പോകുന്നത്. 260 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ചാർജ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ റേഞ്ച് ഏകദേശം 394 ഉണ്ട്. ഇപ്പോൾ 95% ആണ് ആയിട്ടുള്ളത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോൺഫ്ലേക്സും മുസല്ലി മിൽക്കും മിക്സ് ചെയ്തിട്ടുള്ള, അതിൽ കുറച്ച് ബ്രെഡ്സും ഇട്ടിട്ടുണ്ട് സോക്ക് ചെയ്തിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്തായാലും ഓൺ ദ വേ കാണാം. ഈ റോഡിൻ്റെ പോക്ക് കണ്ടിട്ട് ഏകദേശം ഒരു ഹിൽ ഏരിയ പോലെ ഉണ്ട് അല്ലേ? രാത്രി ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഡ്രൈവ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ റൂട്ടിനെ പറ്റി ഇൻഫർമേഷൻസ് എവിടെ നിന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ഈ രാത്രി വല്ല പിടിച്ചു പറിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ. പിന്നെ മാത്രമല്ല, വണ്ടി ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാലൊക്കെ ചാർജർ കുത്തിയിട്ട് ഓടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കിയതാണ്. ഇപ്പം ഈ റോഡ് കാണുമ്പോൾ അതെന്തായാലും നന്നായി എന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ പേടിച്ച് അതുവരെ പേടിച്ച് പോകേണ്ടി വരും. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ദൂലിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ദൂലയിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വഴിക്കൊരു സ്ഥലത്ത് വെച്ച് നിർത്തി. ഇവിടുന്ന് ഒരു ടി ജംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് പോകേണ്ട വഴി ആ സൈഡിലായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വഴി മാറ്റിയിട്ട് ഇവിടെ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള പാഡി ഫീൽഡ്സൊക്കെ ഉള്ളൊരു വഴി പോലെ കണ്ടു. അപ്പോൾ അവിടേക്ക് തിരിച്ചാണ്. പക്ഷേ റോഡ് കണ്ടോ, റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ അവിടുന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചിട്ട് പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്നതാണ്. ഇതിൻ്റെ സൈഡിൽ കണ്ടോ, ഇവിടെ കുറേ ഇഷ്ടികയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടിക ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ഇടയിൽ ഒരു അമ്പലം, ചെറിയൊരു അമ്പലം. അപ്പോൾ അതിൽ കൂടെ പോകാനൊരു സുഖമല്ല. പിന്നെ കുറച്ച് ഗ്രിപ്പിയും കൂടി ആവുകൊണ്ട് നമുക്ക് ലോങ് പോകാണ്ട് വണ്ടീൻ്റെ എഫിഷ്യൻസീനെയൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ റോഡ് സ്കിപ്പ് ചെയ്തിട്ട് നേരത്തെ കണ്ട റോഡിലേക്ക് തന്നെ തിരിക്കാൻ പോവാം. രസമുള്ള സ്ഥലമാണ്. ഹലോ, ഇപ്പോൾ ഞങ്ങൾ ഏകദേശം എത്താനായി. ഇനിയൊരു 53 കിലോമീറ്ററും കൂടി ഉള്ളൂ. നമുക്കിപ്പോൾ റോഡ് ട്രിപ്പ് പോകണോണ്ട് 53 കിലോമീറ്റർ ഒന്നും വലിയതായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സത്യം പറഞ്ഞ 1 മണിക്കൂറുണ്ട്. ഓരോ ദൂരം പോകുമ്പോഴും ടെറൈൻസ് ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ കുറേ നേരം നമ്മളെ പാഡി ഫീൽഡ്സ് ആയിരുന്നു, കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്ടികകളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം അങ്ങനെയായി. പിന്നെ ഇപ്പോൾ കുറേ മലമ്പ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്. ഏറ്റവും വലിയ കാര്യം, ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര വിജനമായിട്ടുള്ള സ്ഥലങ്ങളാണ്. രാത്രിയൊന്നും ഇത് കൂടെ ഡ്രൈവ് ചെയ്യണത് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും രാത്രി ചൂസ് ചെയ്യരുത്. അപ്പോൾ അതാണ് ഇതിലൂടെ പോകുമ്പോൾ പറയാനുള്ളത്. വളരെ നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ പെട്രോൾ പമ്പും EV ചാർജിങ് സ്റ്റേഷനും അങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടില്ല. 1-2 സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ നമ്മൾ കണ്ടത് കടകളിലൊക്കെ പെട്രോള് കന്നാസിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൂ, അല്ലാതെ പെട്രോൾ പമ്പ് എന്നുള്ള രീതിയിലില്ല. അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വരിക. പിന്നെ 200-300 കിലോമീറ്ററിൻ്റെ ഇടയിൽ എന്തായാലും പമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് രസാലേ. ഞങ്ങളിവിടെ നിന്ന് വണ്ടി നിർത്തി. ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാൻ. കണ്ടോ, സൈഡിലൊക്കെ കള്ളിമുൾ ചെടികളൊക്കെ ആയിട്ട്. ഹലോ, അപ്പോൾ നമ്മൾ ദൂളിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റീൻ്റെ അവിടുന്ന് ഇവിടേക്ക് ഏകദേശം 258 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ അവിടുന്ന് പോരുമ്പോൾ വണ്ടിയിൽ 96% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 33% ആയി. ഏകദേശം പകുതിയിൽ കൂടുതൽ ഡ്രെയിൻ ആയിട്ടുണ്ട്.
പിന്നെ നമുക്ക് എല്ലോറ വരെ ഈ കാർ എടുത്ത് ഓടിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. വണ്ടിയിൽ റേഞ്ച് കാണിക്കുന്നത് 150 കിലോമീറ്റേഴ്സിൻ്റെ അടുത്താണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ. പിന്നെ നമ്മൾ ഇന്ന് വന്നത് ഹൈവേ പോലത്തെ റോഡൊന്നുമല്ല, നിങ്ങൾ കണ്ടതാണല്ലോ, കയറ്റം ഇറക്കങ്ങളോ ഒരു ഹിൽ ഏരിയയിൽ കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ. ഈ ഹോട്ടൽ കണ്ടോ, ഹോട്ടൽ രാജധാനി. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ എത്രയാണോ സമയം എടുക്കണം അത്രയും നേരെ ചാർജ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ എല്ലോറെ പോകും. എന്നിട്ട് അവിടുന്ന് അതൊന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവിടുന്ന് ചാർജ് ചെയ്തതിന് ശേഷമാണ് ബാക്കി യാത്ര നടത്തുന്നത്. എന്തായാലും വളരെ നല്ല രസമുള്ളൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈൻസ് കൂടെ ഉള്ളൊരു യാത്ര. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓരോ ആൾക്കാരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നതുകൊണ്ട് എന്താ പറയുക, സമയം പോയത് അറിഞ്ഞിട്ടില്ല. ആരും ടയേർഡൊന്നുമല്ല. അപ്പോൾ ഇനി എന്തായാലും ബാക്കി യാത്ര നേരിട്ട് കാണാം. ബൈ. നോക്കൂ മക്കളെ, നോക്കൂ മഞ്ഞപ്പൂക്കൾ. ശരിക്കും പറഞ്ഞേ നമ്മൾ ഈ നേരിട്ട് കണ്ടുകൊണ്ട് കാണുന്നത് അത്രയും ഈ ക്യാമറയിൽ കിട്ടൂല അല്ലേ. വേറൊരു അങ്ങനത്തെ ക്യാമറ ഉണ്ടാക്കണം. മരങ്ങളൊക്കെ വേറെ വെറൈറ്റി മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 5:30 അവിടെ എത്തുള്ളൂ. 6 മണി വരെയാണ് അവിടെ ടിക്കറ്റിൻ്റെ ടൈം. അപ്പോൾ ഞങ്ങൾ എന്തായാലും കേവ്സ് കണ്ടിട്ട് തന്നെ പോകുള്ളൂ. 5:30 അവർ കയറ്റുമെങ്കിൽ അപ്പോൾ കാണും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ചിലപ്പോൾ സ്റ്റേ ചെയ്യും. മാക്സിമം പുഷ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നല്ല ഹൈവേയിലൊക്കെ നമുക്ക് നന്നായിട്ട് വരാൻ പറ്റി. പക്ഷേ ഇപ്പോൾ ഇനി നമ്മുടെ ടെറൈൻ്റെ അവസ്ഥ മാറി. കുറച്ച് മരങ്ങളും കാടുകളും ഒക്കെ ആയിട്ട് വളഞ്ഞു തിരിഞ്ഞുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് സേഫ്റ്റി ഫസ്റ്റ് എന്നാണല്ലോ, നമുക്ക് അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. ഇപ്പോൾ ടൈം കാണിക്കുന്നത് 5:33 എന്തായാലും എത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. ഹലോ, അപ്പോൾ ഞങ്ങൾ എല്ലോറ കേവ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. ആക്ച്വലി നല്ല ലേറ്റായി, 6 മണി വരെ ഉള്ളൂ എൻട്രി. ഇപ്പോൾ ഓൾറെഡി 5:30 അപ്പോൾ ഞങ്ങൾ കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. കുറച്ച് സ്പീഡിൽ നടക്കണോണ്ടാണ് ഇങ്ങനെ കിതയ്ക്കുന്നത്. കാരണം നമുക്ക് സമയം തീരില്ല. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ 35 രൂപയാണ് ഓൺലൈനിൽ ടിക്കറ്റ്, ചീപ്പാണ്. ഓഫ്ലൈനായിട്ട് ഇവിടെ ഡയറക്റ്റ് വന്ന് എടുക്കുകയാണെങ്കിൽ 40 രൂപയാണ് ആവുക. അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. എന്താ അതാ നമ്മുടെ എല്ലോറ കേവ്സ് കണ്ടോ. ഇത് ഒരു പ്രധാനപ്പെട്ട കേവാണ്, കേവ് നമ്പർ 16. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ അജയ് പറഞ്ഞുതരും. AD 600 മുതലുള്ള കാലഘട്ടത്തിലാണ് ഈ എല്ലോറ കേവ്സ് ഇതാക്കിയിട്ടുള്ളത്. അതിൽ രാഷ്ട്രകൂട എംപയറിലെ ഒരു രാജാവിൻ്റെ അണ്ടറിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ എല്ലോറ കേവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3 മതങ്ങളുടെ കേവ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കുറച്ച് കേവ്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിൻ്റെയാണ്. രണ്ടാമത് വരുന്നത് ഹിന്ദുമതത്തിൻ്റെ കേവ്സാണ്. അതിൽ കേവ് നമ്പർ 16 മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതൊരു കൈലാസ ടെമ്പിളാണ്, ശിവന് വേണ്ടിയിട്ട്, ലോർഡ് ശിവയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഈ പാറയിൽ കല്ലുകൾ വെക്കേണ്ട മുകളിൽ നിന്ന് കൊത്തി 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 താഴത്തോട്ട് ഈ ശില്പങ്ങളും ഈ രൂപങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാം പല ഡാൻസ് പൊസിഷൻസിലുള്ള വ്യാളി, കുറേ ശില്പങ്ങൾ കൊത്തി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒരൊറ്റ ഈ റോക്കിൻ്റെ മെയിൻ റോക്കിൽ കൊത്തി താഴത്തോട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അതിലേക്ക് കയറാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇത് വേറെ ലീഗ്, വേറെ വേൾഡാണിത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മലയുടെ മുകളിൽ നിന്ന് കല്ല് കുഴിച്ച് കളഞ്ഞ്
എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് സുഖമാണ്, കല്ല് കൊണ്ടുപോയി ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി. പക്ഷെ ഇതെങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ, തുരന്നിട്ട് ഇവിടെ ഈ ഗ്യാപ്പിലൊക്കെ പാറകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ചെത്തി കളഞ്ഞിട്ടാണ് ഇവർ ഈ ഷേപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ ദൈവമേ, ആ ശരിയാ, ചെത്തിയിട്ടുണ്ടാക്കിയതിൻ്റെ ആ മാർക്കിങ്സ് കണ്ടോ. ഹലോ, ഞങ്ങളിപ്പോൾ കേവ് നമ്പർ 15 കഴിഞ്ഞ് 12ൻ്റെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേവ് ഉണ്ട്, കേവ് നമ്പർ 10, അത് കാണണം എന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോൾ സമയം 6:30 ആവാനായി, അതുകൊണ്ട് ഇവിടെ സെക്യൂരിറ്റീസ് എല്ലാം ബ്ലോക്ക് ചെയ്തേക്കാണ്. എന്തായാലും ഞങ്ങൾ മാക്സിമം നോക്കട്ടെ, കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ. ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മളത് കിട്ടി. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കേവ്സാണ് ഉള്ളത്. അതിൽ ഒന്ന് എന്താ കേവ് നമ്പർ 16, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് 10ഉം 15 നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു. കേവ് നമ്പർ 10 കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിന് നമ്മളെ സെക്യൂരിറ്റി സാറുണ്ട്. താങ്ക് യു. എന്താ സെക്യൂരിറ്റി സാറോട് എല്ലാം പറഞ്ഞ് കഷ്ടപ്പെട്ട അവസാനം സാറ് സമ്മതിച്ചു. അപ്പോൾ നമ്മൾ കേവ് കാണാൻ പോവാണ്. डोर क्लोज किया नंबर 2, इधर में वो 2 पिलर दिख रहा है नंबर 3, इधर में वो वन स्टैचू है नंबर 4, वो जो ऊपर दिख रहा है वो 5, 6, 7, एंड देन इनसाइड 8. दिस इज नंबर 10. ये नंबर 10 है, इंपॉर्टेंट है बुद्धिस्ट में. थोड़ा जाओ डोर के पास जाते हुए, जाओ जल्दी जाओ डोर के पास. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേവ്, ബുദ്ധിസ്റ്റ് കേവാണ്. എന്താ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേവാണ് ബുദ്ധിസ്റ്റിൻ്റെ കേവ് നമ്പർ 10. അപ്പോൾ നമുക്കവർ സ്പെഷ്യൽ പെർമിഷൻ തന്നിട്ട് കയ്യും കാലും പിടിച്ചിട്ട് അവസാനം സമ്മതിച്ചതാണ് ഗൈസ്. അപ്പോൾ സന്തോഷമുണ്ട്, ഇതും കൂടിയും കാണാൻ പറ്റിയില്ലെങ്കിൽ. പിന്നെ പോവല്ലേ? ഓക്കെ स्टैचू देखने मिल जाएगा, वही नहीं मूर्ति. ओह माय गॉड, बुद्ध. अंदर में इको साउंड होता है, मैं सुना देता हूं. അതെ, നമ്മൾ റോഡ് ഇതാണ് നമ്മളെ മൂർത്തി. ഹലോ ഗൈസ്, ഇപ്പം ഞങ്ങൾ തുൽജാപൂരിൽ എത്തിയിട്ടുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 1 hour കൂടി ഉണ്ട്. ഇത്രയും നേരമായിട്ടും ചാർജ് ചെയ്തിട്ടില്ല. കുറേ ചാർജിങ് സ്റ്റേഷൻ കയറിയപ്പോഴൊക്കെ അവിടെയൊക്കെ പറയുന്നത് എന്താ ബന്ദ് ഹോ ഗയാ എന്ന് പറയുന്നുണ്ട്, കറണ്ട് ഇല്ല ചിലയിടത്ത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് ഇതിനൊരു ആപ്പ് ഉണ്ട്, പ്ലഗ് ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ആപ്പിലൊക്കെ കയറി നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ തുൽജാപൂരിൽ ഇങ്ങനൊരു ഇത് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒമെർഗ എന്നുള്ള സ്ഥലം അവിടെ ഉണ്ട് 2-3 ചാർജിങ് സ്റ്റേഷൻ. അപ്പോൾ അവിടെ പോയിട്ട് ചാർജ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഏകദേശം 90 കിലോമീറ്റേഴ്സാണ് അവിടേക്കുള്ളത്. കുഴപ്പമില്ല, നമുക്ക് അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാത്രി യാത്ര. എല്ലാവരും പറയുന്ന പോലെ റിസ്ക് ഉള്ളതാണ്, ആരും അങ്ങനെ യാത്ര പോകരുത് തന്നെ നമ്മളും പറയുള്ളൂ. പക്ഷേ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങൾക്ക് ഇവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ബെഡ് സെറ്റ് ചെയ്ത് അതിൽ കുറച്ച് നേരം ഉറക്കം വന്നു കഴിഞ്ഞാൽ കിടക്കും, ബാക്കിയുള്ളവർ സംസാരിക്കും, ഡ്രൈവറും കോ ഡ്രൈവറും അങ്ങനെ സംസാരിച്ച് പോകും. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പ്ലാന്. പിന്നെ ഞങ്ങൾ ഇതിനായിട്ട് കുറേ ചൂടേറിയ ചർച്ചകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ സംവാദം നടത്തി പോകുമ്പോൾ അത് യാത്രയിൽ ഉറക്കക്ഷീണമൊന്നും അറിയില്ല. പിന്നെ നല്ല ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഡ്രൈവ് ചെയ്യാറില്ല, നമ്മൾ വണ്ടി സൈഡാക്കി ഉറങ്ങാറാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 3:15 കഴിഞ്ഞു. ഇനിയും ഞങ്ങൾക്ക് കുറച്ച് ദൂരങ്ങൾ പോകാനുണ്ട്. അപ്പോൾ യാത്രക്കിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ, ബൈ.